നമസ്കാരം. പുതിയ യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വി.ഡി. സതീശൻ സർക്കാർ തങ്ങളുടെ ഒന്നാമത്തെ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായ സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നല്ലോ. കോൺഗ്രസ് തങ്ങളുടെ വാഗ്ദാനം ആദ്യ യോഗത്തിൽ തന്നെ പാലിച്ചു എന്ന രാഷ്ട്രീയ നേട്ടം ഇതിലൂടെ മുന്നണികൾക്ക് അവകാശപ്പെടാം. എന്നാൽ ഭരണപരമായ തലത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധിക്കുമ്പോൾ നിലവിൽ കനത്ത കടക്കണിയിലുള്ള കെ.എസ്.ആർ.ടി.സിയെയും സംസ്ഥാന ഖജനാവിനെയും ഈ തീരുമാനം എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള വെറും ജനകീയ പ്രഖ്യാപനം എന്നതിനപ്പുറം ഇതിന്റെ പ്രായോഗികത ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സ്ത്രീകൾക്ക് പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര സൗജന്യമായി നൽകുന്നത് സ്വാഗതാർഹമായ ഒരു സാമൂഹിക വികസന മാതൃക തന്നെയാണ്. എന്നാൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇത് ഒരുപോലെ അനുവദിച്ചു നൽകുന്നത് സാമ്പത്തികമായി എത്രത്തോളം ദൂരക്കാഴ്ചയുള്ളതാണെന്നത് പരിശോധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്നവർക്കും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളവർക്കും നൽകുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ സ്ത്രീകൾക്കും ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ വലിയ യാത്രാക്കൂലി നൽകി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കും മാത്രമായി ഈ ഒരു ആനുകൂല്യം പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാകുമായിരുന്നു. സർക്കാരിന്റെ ഖജനാവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കോൺഗ്രസ് തന്നെ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ദുർബലരായ വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെക്കാതെ എല്ലാവർക്കും സൗജന്യം പ്രഖ്യാപിക്കുന്നത് വഴി കോടികളുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിലെ പൊതുഗതാഗത രംഗം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വകാര്യ ബസ് മേഖലയുടെ തകർച്ച തന്നെയാണ്. കേരളത്തിൽ വെറും 3500ഓളം കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഉള്ളപ്പോൾ 9000ഓളം പ്രൈവറ്റ് ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരിൽ 70% സ്ത്രീകളും ബാക്കി വിദ്യാർത്ഥികളുമാണ്. ഇപ്പോൾ സ്ത്രീകൾ മുഴുവൻ കെ.എസ്.ആർ.ടി.സിയിലേക്ക് മാറിയാൽ പ്രൈവറ്റ് ബസ്സുകളിൽ വലിയ രീതിയിൽ കൺസെഷൻ ആനുകൂല്യം വാങ്ങുന്ന വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അവശേഷിക്കുക. കോടികൾ മുടക്കി ബസ് ഇറക്കിയ ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള ഈ സ്വകാര്യ ബസ് മേഖല ഇതോടെ പൂർണ്ണമായും പൂട്ടലിലേക്ക് നീങ്ങും. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതേ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അവിടുത്തെ സ്വകാര്യ ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായതിനും വലിയ സമരങ്ങൾ ഉണ്ടായതും മുൻപിലുള്ള യാഥാർത്ഥ്യം തന്നെയാണല്ലോ. കേരളത്തിലെ ഈ ഒരു സവിശേഷ സാഹചര്യം കണക്കിലെടുക്കാതെയാണ് മുന്നണി തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. കണ്ടക്ടർമാരുടെ ടിക്കറ്റ് മെഷീനുകളിൽ സ്ത്രീ പുരുഷ അനുപാതം രേഖപ്പെടുത്താനുള്ള പ്രാഥമിക നടപടികൾ കെ.എസ്.ആർ.ടി.സി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഈ സൗജന്യ യാത്രയുടെ തുക സർക്കാർ സബ്സിഡിയായി നൽകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കൃത്യസമയത്ത് ഡീസൽ അടിക്കാൻ പോലും ഫണ്ടില്ലാതെ വലയുന്ന കെ.എസ്.ആർ.ടി.സിക്ക് ഈ സബ്സിഡി തുക ട്രഷറിയിൽ നിന്നും എപ്പോൾ ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ അതേപടി നിലനിൽക്കെ പുതിയ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് നിലവിലുള്ള പൊതുഗതാഗത സംവിധാനത്തെ പൂർണ്ണമായും തകർക്കാത്ത രീതിയിലായിരിക്കണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധം ശക്തമാകുന്നതോടെ യു.ഡി.എഫ് സർക്കാരിന് ഈ നയം തിരുത്തേണ്ടി വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.